സൂചിപ്പിക്കുക. അത് തന്നെ അല്ല, ചില ആളുകൾക്ക് ഭയങ്കര ഇളക്കമാണ്, ഇളവുകയാണ്. അതിനേക്കാൾ ഗതികേടാണ് ഇന്ന് എൻ്റെ കൂടെയുള്ള കൊച്ചു പിള്ളേർ കളിയാക്കുകയാണ്. എന്തോന്ന് ചേച്ചി നിങ്ങളൊക്കെ 5 വർഷം ഈ ബാത്റൂമിലാണ് പോയത്. ആ പഴയ ഭീമാമൂട് കറുപ്പാൻ റോഡിന്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അടുത്താണ് വലിയ ഹോസ്പിറ്റൽ. പഴയ ഭീമാമൂളി വാർഡ് തന്നെയാണ്. ഇവിടെ സജീവമായി തോന്നിയിട്ടുള്ള സെക്രട്ടറി കോഴിക്കോട് തീരുമാനം അത് നമ്മൾ അങ്ങോട്ടും മാറ്റണമെന്ന് നമുക്ക് പറയാം. ആദ്യം പാസ്സാണ് ട്രാൻസ്ഫറാണ് വിഷയം. അതിനൊരു സൂചനയല്ല ഇപ്പൊ കണ്ടുവരുന്നത്. അതില് സാധാരണ നിലയ്ക്ക് ഒരു മാസമേ ആയിട്ടുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വിട്ടു തന്നുകൊണ്ട് സുഖമായി എല്ലാം ചെയ്തു പോകാമെന്നുള്ള ധാരണയും നമുക്ക് വരേണ്ടതുണ്ട്. നഗരസഭയുടെ കൗൺസിൽ യോഗങ്ങൾ ചേരുമ്പോൾ ഒരു അജണ്ട ചർച്ച ചെയ്തു. അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങൾ എസ്റ്റിമേറ്റിനുള്ള അംഗീകാരം. അത് കഴിഞ്ഞാൽ നമ്മുടെ നഗരസഭാ തെരഞ്ഞെടുപ്പില് റാമ്പ് കിട്ടുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് പിന്നെ നമ്മുടെ അംഗീകാരത്തിന് വേണ്ടി പിന്നെ കൗൺസിൽ വിഭാഗം കൊണ്ടുവന്നു. ഈ അജണ്ടയിൽ അത് വ്യക്തതയില്ലാത്തത് കൊണ്ട് സൂചിപ്പിച്ച് ചോദിച്ചതാണ്. എന്തുകൊണ്ട് എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകണം എന്നതിൽ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് രാജീവ് രവികുമാർ ഒരു ചോദ്യത്തിൽ പറഞ്ഞത്. മറ്റൊരു കാര്യം പറഞ്ഞത് 31,05,000 രൂപയുടെ ഒരു ഫണ്ട്. അത് കഴിഞ്ഞാൽ വലിയ തുക പാർട്ടി LDF തന്നെ, LDFന്റെ കൗൺസിലർ തന്നെ. അതിലെ അവിടുത്തെ ആളുകൾക്ക് ആർക്കും സംശയം വരേണ്ട കാര്യമില്ല. കഴിഞ്ഞ കൗൺസിലർ 31 ലക്ഷത്തിന് കൗൺസിലറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചപ്പോ ചില ആളുകൾക്ക് ഭയങ്കര ഇളവുകയാണ്. എന്തിനാണ് ഇളകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. അത് ആ എസ്റ്റിമേറ്റ് തുക ഏത് ഫണ്ടിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് ഒരു ചോദ്യം. അത് ഈ അജണ്ടയിൽ വ്യക്തത വരുത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് ചോദിച്ചാൽ ഉടനെ മറുപടി ആരാണ് പറയേണ്ടത്? അതിന് മറുപടി പറയേണ്ടത് ഏതെങ്കിലും ഒരു കൗൺസിലറാണോ? അല്ലെങ്കിൽ ഞാൻ എഴുതി വന്നാൽ മറുപടി പറയണം. അതിന് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് അജണ്ട അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളിന് മറുപടി പറയാനുള്ള അവസരം കൊടുക്കാതെ ഇടപെടുന്ന രീതി ചെറുക്കാൻ അങ്ങ് തയ്യാറാണ്. അതാണ് ഇവിടുത്തെ വിഷയം. അതില് രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്തെടുക്കും. രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്തിട്ടാൽ പിന്നെ ഞങ്ങളത് കേട്ടോണ്ടിരിക്കോ? ഞങ്ങൾ തിരിച്ചു വളരെ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയും. ജീവനക്കാരെ സംബന്ധിച്ച് ട്രാൻസ്ഫർ ചെയ്ത നടപടിയെ സംബന്ധിച്ച് വലിയ വാദങ്ങളാണ്. സ്വാഭാവികമായി ഭരണം മാറുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട സെക്രട്ടറി അത് ഇത് പിന്നെ തന്നു കാണും. അങ്ങനെയാണല്ലോ. ഇപ്പൊ മേയർ ആവശ്യപ്പെട്ട സെക്രട്ടറി ഇപ്പൊ നിലവിലുള്ള ആളിന് അതിന് മറുപടിയാണ്. സെക്രട്ടറിമാരില്ലേ? സ്വാഭാവികമായും പുതിയതായി വന്ന ഭരണ സംവിധാനത്തിൽ പുതിയതായി വന്ന ആളുകൾ ആവശ്യപ്പെട്ട സെക്രട്ടറിയെ സ്വാഭാവികമായി ഡിപ്പാർട്ട്മെന്റ് തന്നായിരിക്കും. അങ്ങനെയാണല്ലോ. ഇവിടെ ട്രാൻസ്ഫർ ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിഷയം എന്താ? ഒന്ന് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറെ ഫൈൻ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഞങ്ങൾക്കും CPM-നും ഇവിടെ നേരത്തെ തന്നെ ഞങ്ങൾ ഭരിച്ചിരുന്ന അവസരത്തിലും ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. BJP-ക്ക് 20 ലക്ഷം രൂപയുടെ ഫൈൻ ഈടാക്കുന്നതിനുള്ള നോട്ടീസ് കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്നു. ആ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടുത്തെ സുഗമമായ നടത്തിപ്പിന് ജീവനക്കാർ നിങ്ങളുടെ ശത്രുക്കളാണോ? ജീവനക്കാരെ വെറുപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ കഴിയുമോ? ജീവനക്കാരുടെ തെറ്റായിട്ടുള്ള വാസനകളെ ഒന്നും തന്നെ ഞങ്ങൾ അനുവദിച്ചിട്ടുള്ളവരല്ല. അവരുടെ സംഘടന, ഞങ്ങളുമായി യോജിപ്പുള്ള സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ തെറ്റ് ചെയ്തിട്ടുള്ള അവസരങ്ങളിലെല്ലാം തന്നെ അതിനെതിരായി അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഭരണ
ഭരണസമിതിയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പല ആളുകൾ മേയർമാരായിരുന്നപ്പോൾ നിരവധി ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അവരെല്ലാം ഏത് സംഘടനയിലുള്ളത്? അപ്പൊ ജീവനക്കാരെ സംബന്ധിച്ച് ജീവനക്കാർ നല്ല രൂപത്തിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ അംഗീകരിക്കുന്നവരല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി, നമ്മുടെ നഗരസഭയ്ക്ക് വേണ്ടി കൃത്യമായി ജോലി ചെയ്ത ജീവനക്കാരെ അവരെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അവരെ ട്രാൻസ്ഫർ ചെയ്ത നടപടിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെ ചെറുതായ രൂപത്തിൽ കാണേണ്ടതില്ല. അതിന് മറുപടിയാണ് AG ട്രാൻസ്ഫർ ചെയ്തില്ല കാസർഗോഡ്. എവിടെ AG? ഈ AG എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് വല്ല പേരുണ്ടോ? ആയിക്കോട്ടെ, AG സംബന്ധിച്ച് AG ആരെല്ലാം മാറിയിട്ടുണ്ട്. അക്കൗണ്ട് ജനറൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് മാനേജ് കൗൺസിൽ ചോദിക്കാൻ കാസർഗോഡ് AG ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് വിവരക്കേടാ. അപ്പൊ അങ്ങനെയുള്ള വിവരക്കേട് പ്രയോഗിച്ചുകൊണ്ട് ഈ സഭയിൽ തെറ്റായിട്ടുള്ള വർത്തമാനം പറഞ്ഞു വന്നാൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ, ആ രൂപത്തിൽ തന്നെ ഇവിടുത്തെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മേയർ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം സൂചിപ്പിക്കുക. ഈ വാർഡ് വലിയതുറ വാർഡിൽപ്പെടുന്ന് പറയുന്നത് നേരത്തെയുള്ള ഭീമാപ്പള്ളിയിൽ നിന്ന് കുറെ പേർ കൂട്ടിച്ചേർത്തു. നേരത്തെ ഭീമാപ്പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ തന്നെ ബിലാനി പെരേര UDFന്റെ കൗൺസിലർ വെച്ചിരുന്ന സ്ഥലത്താണ്. പക്ഷെ വർഷങ്ങളായിട്ട് ഈ ഒരു ആവശ്യവുമായിട്ട് ആ കുട്ടി കയറി ഇറങ്ങിയിട്ട് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. ഈ ലാസ്റ്റ് സമയത്തെങ്കിലും ഇപ്പോഴെങ്കിലും ഏത് ഫണ്ടായാലും കുഴപ്പമില്ല. അവിടെ അത്രത്തോളം ആശുപത്രിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഓൺ ഫണ്ടിൽ തുടങ്ങിയിട്ട് പിന്നെ പ്ലാൻ ഫണ്ട് ആക്കിയാൽ മതി. അത് പിന്നെ ബാക്കിയുള്ള കാര്യം ഓൺ ഫണ്ടിൽ പോകാതെ ഒരു കാര്യം. ഏറ്റവും സാർ ഉൾപ്പെടെ നമ്മൾ അനുഭവിച്ചതാണ് ഈ മൈക്കുകൾ. ഈ സൈഡിൽ ഒന്നും മൈക്കില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അറിയാവുന്ന കാര്യം. അപ്പൊ അതൊന്നും അതിനേക്കാൾ ഗതികേടാണ്. ഇന്ന് എന്റെ കൂടെയുള്ള കൊച്ചു പിള്ളേർ കളിയാക്കുകയാണ്, എന്തോന്ന് ചേച്ചി നിങ്ങളൊക്കെ 5 വർഷം ഈ ബാത്റൂമിലാണ് പോയതെന്ന്. അവിടെ ചവട്ട് കുത്തിയാണ്. സാറിന് ഇത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാൽ കാണിച്ചു തരാം, കുഴപ്പമൊന്നുമില്ല, വന്ന് നോക്കുന്നില്ല, വന്ന് നോക്കണം. ചിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്ന് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കി തരണം ദയവ് ചെയ്ത്. പാവപ്പെട്ട മേഡത്തിനെ കോഴിക്കോട് ഇവിടെ സജീവമായി കൊടുത്തിട്ടുള്ള സെക്രട്ടറി കോഴിക്കോട്ടത്തേക്ക് മാറ്റി. അത് നമ്മൾ അങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 5 പാസ്സാണ്. ട്രാൻസ്ഫറാണ് വിഷയം. പിന്നെ ഇവിടുത്തെ കണ്ടിജൻസി ജീവനക്കാർ, ഞാൻ LDFന്റെ കാലഘട്ടത്തിൽ കൊണ്ട് കണ്ടിജൻസി ജീവനക്കാർക്ക് നമുക്ക് INTC തൊഴിലാളികളുണ്ട്. INTC ആണെങ്കിൽ അപ്പോൾ അങ്ങ് എത്ര ജോലി ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച യൂണിയൻ നേതാക്കന്മാർ കൂടെ ഉണ്ട്. അതിന് ആ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. അത് കാലകാലങ്ങളുടെ ഭരണസമിതിയുടെയും ഗവൺമെന്റിന്റെയും കാര്യങ്ങളായിരിക്കും. പക്ഷെ ഈ പറയുന്ന ഇതിനുള്ള എസ്റ്റിമേറ്റുകൾ വളരെ വ്യക്തത വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങ് ഇതിനെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കണം. ഈ നേരത്തെയുള്ള ഭീമാപള്ളി വാർഡിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലമാണ് ഈ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ ഇരിക്കുന്ന സ്ഥലം എന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ വലിയതുറ വാർഡിൽ, നേരത്തെയുള്ള വലിയതുറ വാർഡിന്റെ ഭാഗത്താണ് ഈ അവിടുത്തെ ഹെൽത്ത് സെന്ററിൽ ഇരിക്കുന്ന ആശുപത്രി ഇരിക്കുന്നതെന്ന് ഞാൻ ഈ സഭയിൽ സൂചിപ്പിക്കുകയാണ്. അത് തന്നെ അല്ല, അവിടെ അതിന് മറുപടി ഞാൻ പറയാം. പറയണ്ട, ചുരുക്കി പറഞ്ഞത്. ഭീമാപള്ളിയുടെ, അതായത് ഭീമാപള്ളി നൂറുൽ ഇസ്ലാം അറബി കോളേജ് മുതൽ കറുപ്പായ റോഡ് വരെയാണ് പഴയ ഭീമാപള്ളി വാർഡ്. ആ പഴയ ഭീമാപള്ളി കറുപ്പായ റോഡിന്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അടുത്താണ് വലിയതുറ ഹോസ്പിറ്റൽ. പഴയ ഭീമാപള്ളി വാർഡ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ കൂട്ടിച്ചേർത്തതിൽ അത് വലിയതുറ വാർഡിലാണ് വരുന്നത്. സെന്റ് സേവിയർസ് വരെ ഭീമാപള്ളി വാർഡും സെന്റ് സേവിയർസ് കഴിഞ്ഞാൽ അത് വലിയതുറ വാർഡിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. പഴയ ബിലാനി പെരേരയുടെ വാർഡായിരുന്നു. ബിലാനി പെരേര കൗൺസിലർ.